consider the following statement. SEBI has quasi-legislative, quasi-judicial, quasi-executive powers to deal with the regulation of capital market in India. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യണമെങ്കിൽ ആദ്യം സെബി ഇപ്പൊ കഴിഞ്ഞ ചോദ്യം ചെയ്യണേ മേയർ എന്താണെന്നൊരു ഐഡിയ വേണം. അത് നമുക്ക് ആ ഒരു ഐഡിയ വേണം. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അത് മീൻസ് എന്തായാലും ആ ഒരു ബേസ് നമുക്ക് എന്തായാലും UPSC പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അതുണ്ടാവും. ചെറിയൊരു അറിവെങ്കിലും വേണം. ഇത് എവിടെയാണ് മേയർ വരിക എന്നുള്ളത്. എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ട ഒരു അറിവാണ് സെബി എന്താണെന്നുള്ളത്. എന്താണ് ജസ്റ്റ് ബേസിക് ഐഡിയ എന്താണ്? സെബിയാണ് ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അത്രയെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്തിരിക്കണം, അറിയണം. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എവിടെ പഠിക്കുന്നുണ്ടാവും. യു വിൽ ബി സ്റ്റഡിങ് ഇൻ എക്കണോമിയിൽ പഠിക്കും. അപ്പം ആ ഒരു ധാരണ വെച്ചുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം? സെയിങ് ക്വാസി ലെജിസ്ലേറ്റീവ് എന്ന് വെച്ചാൽ മീൻസ് വാട്ട്? കോർട്ടാണല്ലോ ഫുള്ളി ഒരു ലെജിസ്ലേറ്റീവ് പവർ എന്നൊക്കെ പറഞ്ഞല്ല. ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ദി ക്യാൻ മേക്ക് ലോസ്, റെഗുലേഷൻസ്. അപ്പോൾ ഫുള്ളി ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ പാർലമെന്റ്. അപ്പോൾ ക്വാസി ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ നോട്ട് ദ പാർലമെന്റ്. അവർക്ക് ഒരുപാട് വലിയ എന്താ പറയുക ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നിയമമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ദേ ക്യാൻ റെഗുലേറ്റ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിലൊക്കെ വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. സെബി പുതിയ റെഗുലേഷൻസ് എന്ത് ചെയ്തു? ക്യാപിറ്റൽ മാർക്കറ്റിൽ കൊണ്ടുവന്നു. ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സെബി എന്ത് ചെയ്തു? ന്യൂ ഇത് കൊണ്ടുവന്നു. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇവിടെ ആൾ വന്നിരിക്കട്ടെ. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് എടുക്കാൻ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് പറഞ്ഞോ, ധൈര്യമായിട്ട് പറ. നമ്മൾ ഡിസ്കഷന്റെ പാറ്റേൺ ഒന്ന് കംപ്ലീറ്റ്ലി മാറ്റുകയാണ്. ലൈക്ക് ഇനി നമ്മൾ ഫുള്ളി അപ്രോച്ചിലേക്ക് പോവാണ്. കംപ്ലീറ്റ്ലി അപ്രോച്ചിലേക്ക് പോവാണ് ഞാൻ. സോ ദാറ്റ് ഈസ് വൈ ഇനിയുള്ള ടെസ്റ്റുകൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് എടുക്കണം. 2, ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും സാധനം അതിനകത്തുണ്ടോ? അല്ലെ നിങ്ങൾ അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ തെറ്റിച്ചു എന്ന് എന്നോടൊന്ന് പറയാം. ഓക്കെ, അവിടെ നോക്കേണ്ട കാര്യമില്ല. കോസി ലെജിസ്ലേറ്റീവ് നിങ്ങൾ അപ്പൊ എന്താ ചെയ്യേണ്ടത്? സെബിക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? സെബിക്ക് കമ്പനികളെ എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? ഡീലിസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ലേ? അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള അധികാരം ഇല്ലേ? വിച്ച് മീൻസ് വാട്ട്? ദേ ആർ കോസി എക്സിക്യൂട്ടീവ്. മനസ്സിലായോ? ആൻഡ് ദെൻ കോസി ജുഡീഷ്യൽ, ദെൻ കോസി ലെജിസ്ലേറ്റീവ്. അപ്പൊ കോസി ലെജിസ്ലേറ്റീവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഓക്കെ ലോ ഉണ്ടാക്കാം. റെഗുലേഷൻസ് ഇറക്കുന്നില്ലേ? സെബി ഇറക്കുന്നില്ലേ? റെഗുലേഷൻസ് ഇറക്കാറില്ല. ഇപ്പൊ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ദേ ആർ മേക്കിംഗ് സം സ്മോൾ റെഗുലേഷൻസ്. വലിയ ഇമ്പാക്റ്റ് ഉള്ളതല്ല. ഓക്കെ, ക്ലിയർ ആയോ? നൗ സെക്കൻഡ് വണ്, സെബി ആക്ട് 1992. നിങ്ങൾ ഒരിക്കലും കരുതരുത് 1992 അത് തെറ്റാണെന്ന്. അങ്ങനെ ചിന്തിക്കരുത്. UPSC ക്വസ്റ്റ്യൻ അത്രയും അണ്ടർമൈൻ ചെയ്യരുത്. ഓക്കെ, സെബി ആക്ട് 1992. നിങ്ങൾ ആ ഇയർ ചോദിക്കുകയാണെങ്കിൽ അവർ ആ ഇയർ തന്നെ ഫോക്കസ് ചെയ്ത് തരും. ദിസ് ആക്ട് വാസ് പബ്ലിഷ്ഡ് ഇൻ ദിസ് ഇയർ എന്ന് പറയും. സോറി, ദിസ് ആക്ട് വാസ് ലോഞ്ച്ഡ് ഇൻ ദിസ് ഇയർ എന്ന് പറഞ്ഞ് തന്നെ കൃത്യമായിട്ട് വരും. ഓക്കെ, സോ 1992 എസ്റ്റാബ്ലിഷ്ഡ് സെബി ആസ് ആൻ ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി ബോഡി. നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് 2 വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് 1 ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 2 കൃത്യമായിട്ടൊന്ന് വായിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് 1 വായിച്ച്. ഒരു ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി ബോഡി അല്ലേ? റെഗുലേറ്ററി ബോഡി അല്ലേ? So what you can say? Statement 1 is correct and statement 2 is the correct explanation for statement 1. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ 2 സ്റ്റേറ്റ്മെന്റ് വരുന്ന ക്വസ്റ്റ്യനിൽ ഞാൻ ഒരു സ്ട്രാറ്റജി പറഞ്ഞുതരാം. നിങ്ങൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം? ഒന്ന് വായിച്ചു നോക്കണം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും അത് ചിലപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നതായിരിക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കണം. വെദർ ഇറ്റ് സ്യൂട്ട്സ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് 2 ശരിയല്ലേ? ഓക്കെ, അപ്പൊ ആൻസർ ചെയ്യേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് ഡോക്ട്രിൻസ് ഉണ്ട്, ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഡോക്ട്രിൻസ് എല്ലാം എന്ത് ചെയ്യണം? അതിനകത്ത് 3-4-5 എണ്ണം ഉണ്ട്, പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. It only applies to interpret statute and not to the interpretation of Indian Constitution. Is there anything wrong there? Second statement. It only applies to interpret statutes and not to the interpretation of Indian Constitution. ശരിയാണോ? അങ്ങനെ വരുമോ എന്തെങ്കിലും?
So statute ആണെങ്കിൽ so you can also say that it is also applying to what? Indian Constitution. കേട്ടോ? അപ്പോൾ your answer is what? One only. Okay. ഇനിയാണ് നിങ്ങൾ പൊളിറ്റിയിൽ കൂടുതൽ ആൾക്കാരും തെറ്റിക്കുന്ന ചില സാധനങ്ങളുണ്ട്. വളരെ അത് ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ട് തെറ്റുന്നതാണ്. Constitution provide for the setting up of the Union Finance Commission. That is okay. ഓക്കെ അല്ലേ? നിങ്ങൾക്കൊരു യൂണിയൻ ഫൈനാൻസ് കമ്മീഷൻ ഉണ്ടെന്ന് അറിയാം. ആൻഡ് എവരി 5 years ആണ് എന്ന് നിങ്ങൾ പഠിക്കുക, അറിയത്തില്ലെങ്കിൽ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബൈ ദ പാർലമെന്റ് ആണെന്നുള്ളതാണ്. ആണോ? പ്രസിഡന്റ് ആണ്. അപ്പം നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് പൊളിറ്റിയിൽ. അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നല്ല ഐഡിയ ഉണ്ടാവണം. അതിൻ്റെ ആർട്ടിക്കിൾ ഉൾപ്പെടെ അറിഞ്ഞിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ UPSC എക്സാം പ്രിപ്പറേഷൻ. ഓൾറൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ധാരണ എപ്പോഴും നന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. ഓക്കെ. അപ്പം അത് പാർലമെന്റ് അല്ല, പ്രസിഡന്റ് ആണ്. അപ്പം നിങ്ങൾ ആക്ച്വലി ദർ ആർ സം ചാർട്ട്സ് അവൈലബിൾ ഇൻ ടെലഗ്രാമിലൊക്കെ ഉണ്ടാവും. അതർവൈസ് യു പ്രിപ്പയർ യുവർ ഓൺ ചാർട്ട്, ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എല്ലാം എടുക്കുക. എന്നിട്ട് അത് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, അതിൻ്റെ റിട്ടയർമെന്റ് എന്താണ്, കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ എല്ലാത്തിനും, ടൈംസ് ഓഫ് ഓഫീസ്. അപ്പോൾ ഇതിങ്ങനെ വരച്ചിട്ട് ആരാണെന്ന് നിങ്ങളത് എന്താ പറയുക ഒന്ന് ചാർട്ട് ചെയ്ത് പഠിക്കണം. ജസ്റ്റ് വായിച്ചുകൊണ്ടിരുന്ന നമ്മൾ മറന്നു. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ച്. സ്റ്റേറ്റ് ഹാവ് എ ലീഗൽ റൈറ്റ് ടു റിസീവ് മണി recommended by Union Finance Commission. Do they have such legal right? No. ഫൈനാൻസ് കമ്മീഷൻ എന്താണെന്ന് അറിയാമല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. എന്തിനാ ഫൈനാൻസ് കമ്മീഷൻ? To distribute the net proceeds of tax to the between center and state. ഇപ്പോൾ ലാസ്റ്റ് ഫൈനാൻസ് കമ്മീഷൻ എത്രാമത്തെയാ ഇപ്പം വരാൻ പോകുന്നത് 16th അല്ലേ? is a chairman of that, Aravind Panagiria. Okay, so അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം because last year UPSC prelims questions were very factual. Some polity questions were very factual. For example, they even asked about how many delimitation commissions were established in India. So that was one question. മനസ്സിലാവുന്നുണ്ടോ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് they give option 1, 2, 3, 4 ആണെന്ന് തോന്നുന്നു. സോ ഒരു തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് 2, 3, 6 മാർക്ക് അങ്ങ് പോയി. മനസ്സിലാവുന്നുണ്ടോ? സോ അപ്പം നിങ്ങൾ ഫാക്ച്വലി കുറച്ച് എന്ത് ചെയ്യണം, കാര്യമായിട്ട് പൊളിറ്റിയെ കാണണം. ലാസ്റ്റ് ഇയറിൽ നിന്ന് പൊളിറ്റിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. സോ ദേ ആസ്ക്ഡ് അബൌട്ട് പാർട്സ് ചോദിച്ചു. ലൈക്ക് പാർട്ട് ദിസ് ഈസ് ദിസ് എന്ന് വെച്ചാൽ ഏതോ ഒരു പാർട്ട് വന്നിട്ട് ഇപ്പം നമുക്ക് പാർട്ട് 4 അറിയാം, ഫണ്ടമെന്റൽ ഏതാ DPSP. പാർട്ട് 4A അറിയാം, ഏതാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അങ്ങനെ കുറഞ്ഞ പിന്നീട് അങ്ങോട്ട് പോകുന്നു നമുക്കറിയില്ല. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പാർട്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ലാസ്റ്റ് ഇയർ ചോദിച്ചു. അപ്പം നമ്മൾ എപ്പോഴും അങ്ങനെയാണ് പഠിക്കേണ്ടത്. ലാസ്റ്റ് ഇയർ ചോദിക്കുന്ന പാറ്റേൺ നമ്മൾ എപ്പോഴും ഒന്ന് മനസ്സിൽ വെച്ചോണം. എന്നിട്ട് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, കൂടുതൽ ഫർദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും പ്രിപ്പയർ ചെയ്യണം. സോ ദിസ് ഈസ് ദ വേ യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദിസ് എക്സാം. ഓക്കെ, അങ്ങനെ PYQs നോക്കണം. സോ ഇഫ് യു ആർ ഏബിൾ ടു check the PYQs of past 10 or 12 years, you will be able to understand the pattern of questions UPSC is asking. മനസ്സിലായോ? പാറ്റേൺ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട്. ആ പാറ്റേൺ ആണ് നിങ്ങൾക്ക് ശരിക്കും PYQs നിന്ന് കിട്ടേണ്ടത്, നോട്ട് ദ കണ്ടന്റ്. യു വിൽ ഗെറ്റ് ദ കണ്ടന്റ് ഫ്രം ദ ബുക്സ്. പക്ഷേ ദ അപ്രോച്ച്, ദ പാറ്റേൺസ് ഒക്കെ എവിടെ നിന്ന് കിട്ടണം? PYQs നിന്ന് കിട്ടണം. ഇത് നോക്കാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ഡോണ്ട് പ്രിപ്പയർ ഫോർ ദിസ് എക്സാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രശ്നം പറഞ്ഞു. പിന്നെ സ്റ്റേറ്റ് ഡസ് നോട്ട് ഹാവ് എനി ലീഗൽ റൈറ്റ്. അത്തരത്തിലുള്ള ലീഗൽ റൈറ്റ് ഒന്നും ഇല്ല. ബിക്കോസ് ഫൈനാൻസ് കമ്മീഷൻ ബേസിക്കലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫൈനാൻസ് കമ്മീഷൻ ഒക്കെ അഡ്വൈസറി ബോഡീസ് ആണ്. ഇറ്റ്സ് നോട്ട് ബൈൻഡിങ് ഓൺ ദ സെൻട്രൽ ഗവൺമെന്റ്. മനസ്സിലാവുന്നുണ്ടോ? എ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ഗവൺമെന്റ് ആണ് സുപ്രീം ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ലൈക്ക് ഇന്ത്യ. ഓൾറൈറ്റ്, ആ ഒരു ബോധം നമുക്ക് എപ്പോഴും എന്ത് വേണം, ഉണ്ടാവണം, ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അത്രേ ഉള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്സിന് അത്തരത്തിലൊരു ലീഗൽ റൈറ്റ് ഒന്നും ഇല്ല. And this is correct. Yes, the question is here itself. 16th, the Finance Commission is constituted under the chairmanship of Aravind Panagiria. Why this type of statements now? Because last year they asked this type of statements. Okay, മനസ്സിലായല്ലോ? തെറ്റി എന്നുള്ളത് പ്രശ്നമല്ല ഈ ചോദ്യം.
ഈ ചോദ്യത്തിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റുന്നുണ്ടെങ്കിലേ ഉള്ളൂ പ്രശ്നം. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് വെച്ചാൽ വിച്ച് മീൻസ് വാട്ട്, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. കറേജ് ടു അക്സെപ്റ്റ്. ഓൾറൈറ്റ്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസ് ആണ്, നിങ്ങളുടെ പത്രം വായനയാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളെ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ബിക്കോസ് every day you are reading newspapers, like you are saying, you are listening about Kerala issue, finance commission devolution issue. ഇതൊക്കെ നമ്മൾ എന്നും കേൾക്കുന്നതല്ലേ. ആ ഒരു റൈറ്റ് ഉണ്ടായിരുന്നു, ഇഫ് ദേ ഹാവ് ദ ലീഗൽ റൈറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഡു ദേ ഫേസ് ദിസ് പ്രോബ്ലം? ആലോചിച്ച് നോക്കി. അപ്പോൾ ലീഗൽ റൈറ്റ് ഇല്ല. ഓക്കെ, ലീഗൽ റൈറ്റ് ഉണ്ടെങ്കിൽ എന്താ ലീഗൽ റൈറ്റ് എന്ന് വെച്ചാൽ എന്താ ആക്ച്വലി? സോ ഇഫ് വയലേറ്റഡ് യു ക്യാൻ ഗോ ടു ദ കോർട്ട്സ്. അതാണ് ലീഗൽ റൈറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇപ്പം നമ്മൾ ഓരോ കാര്യം ലീഗലൈസ് ചെയ്യണമെന്ന് പറയില്ലേ. ഇഫ് MSP ഗോയിങ് ടു ലീഗലൈസ്, അപ്പൊ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? യു ക്യാൻ ഗോ ടു ദ കോർട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു ഐഡിയ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് വേണം ഒരു ക്വസ്റ്റിനെ എന്ത് ചെയ്യാൻ, സോൾവ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ ഇല്ല ലീഗലൈസ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ്? ദാറ്റ് ഇസ് എ ഡിമാൻഡ് ഓഫ് ഫാമേഴ്സ്. സോ ദാറ്റ് ഇഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഈസ് നോട്ട് ഗിവിംഗ് ദ MSP, ദേ ക്യാൻ ഡയറക്ട്ലി അപ്രോച്ച് ദ കോർട്ട്. കണ്ടോ? ലീഗലൈസ് ചെയ്തില്ലെങ്കിൽ കോർട്ട് കാൻ നോട്ട് ഇന്റർഫിയർ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അവിടെയാണ് ആ ഒരു, അപ്പോഴും ആരാണ് സുപ്രീം എന്നും ചോദിക്കരുത്. ജുഡീഷ്യറി ആണോ ലെജിസ്ലേച്ചർ ആണോ സുപ്രീം എന്ന് ചോദിക്കരുത്. അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ദീസ് ത്രീ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെന്റ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. പക്ഷെ അൾട്ടിമേറ്റ്ലി പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് എവിടെ എൻഫോഴ്സ് ചെയ്യുന്നത്? ജുഡീഷ്യറിയിൽ എൻഫോഴ്സ് ചെയ്യുന്നത്. ബട്ട് ഇന്ത്യൻ ജുഡീഷ്യറി ഹാവ് ആർട്ടിക്കിൾ 143, ലൈക്ക് വാട്ട്, ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ഈസ് ഓൾസോ ദെയർ. ഇതൊക്കെ ഇതിന്റെ ഒരു നോംസ് ആണ്. സോ നിങ്ങൾ അതൊക്കെയാണ് ഇതിനകത്തുള്ള ചില, എന്താ പറയാ, വി കനോട്ട് സേ ദാറ്റ് ദീസ് ആർ പ്രോബ്ലംസ്, ദീസ് ആർ നീഡഡ്. ലൈക്ക് വി നീഡ് എ ചെക്ക് ആൻഡ് ബാലൻസ്. അതർവൈസ് വൺ പർട്ടിക്കുലർ ബോഡി വിൽ ഡൊമിനേറ്റ് ഓവർ അതേഴ്സ്. ദിസ് വൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണത്. നിങ്ങൾ 73rd 74th Amendment Act, like the act related to Panchayat and municipalities, the clear chapter is there in your Lakshmikant. നന്നായിട്ട് പഠിച്ചോണം. That is very important for your prelims, your mains, even in interview also. മനസ്സിലാവുന്നുണ്ടോ? അത്ര റിലവൻ്റ് ഉള്ളൊരു ചാപ്റ്ററാണ് ആ ചാപ്റ്റർ. അപ്പം അതുകൊണ്ട് ആ ഒരു ശ്രദ്ധ കൊടുത്ത് വേണം എപ്പോഴും എന്ത് ചെയ്യാൻ നമ്മൾ പഠിക്കാൻ. ഓൾറൈറ്റ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, this question is about the 73rd amendment. It's an amendment related to Panchayat. Apam, yes, state election commission should be there to conduct elections for local bodies. That is very important. ചില ആൾക്കാർ വിചാരിക്കും സ്റ്റേറ്റ് ഇലക്ഷൻ നടത്തല്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നടത്തുന്ന ആരാ? അല്ല, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ. Then this state election commission is constituted for the purpose of what? To conduct the election of panchayats. Alright. Then state finance commission again. അവർക്ക് ഡിവോൾവ് ചെയ്ത് കൊടുക്കേണ്ട ഫണ്ടിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാനാണ്? ഡിസ്കസ് മീൻസ് തീരുമാനങ്ങൾ എടുക്കാനാണ്. പക്ഷേ ദിസ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഈസ് എ കമ്പൽസറി ഇൻസ്റ്റിറ്റ്യൂഷൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ 73rd. ഏതാ? 74th ആണ്. ഓക്കെ. അപ്പം അതൊരു തെറ്റിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ അത്ര ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇതൊക്കെയാണ് ഈ ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചില നോളജ്. യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ടൈപ്പ് ഓഫ് സ്മോൾ നോളജ്. അപ്പം ഇനി മനസ്സിലാക്കണം, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഈസ് കമ്പൽസറി. പക്ഷേ ദിസ് ഈസ് പ്രൊവൈഡഡ് ഇൻ 74th Constitutional Amendment Act. Now you come at reservation of seat for women, that is 73rd. So your answer should be 1, 2 and 4. Only 3. തെറ്റിച്ചോ? ചിലപ്പോൾ ഓൾ എടുത്തവരുണ്ടാവും, കുഴപ്പമില്ല. ഓൾ എടുത്തിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ, ഫൈൻ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷെ അപ്പോൾ ഇനി ഓർത്തോളുക, ആ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഈസ് എന്താണ്? 74th Amendment. ഇനി അതിന്റെ പർപ്പസ് എന്തിനാണ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി എന്നൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്മികാന്തിലുണ്ട്. സോ ഇഫ് യു ഡോണ്ട് നോ about that, you please go and study about it.
ഓക്കെ, ജസ്റ്റ് റീഡ് ചെയ്യുക എന്ന് തന്നെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ.